Hi, good evening. Good evening, teacher. Good evening. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇന്നലത്തെ ക്വസ്റ്റ്യൻ്റെ കണ്ടിന്യൂഷൻ. അപ്പോൾ 22nd വരെ നമ്മൾ പറഞ്ഞു. നെക്സ്റ്റ് 23rd ക്വസ്റ്റ്യൻ. എക്സസൈസ് 5.1-ല് 23rd. Find all points of discontinuity of f. Find all points of discontinuity of f where f of x equal to sin x by x if x is less than 0, x plus 1 if x is greater than or equal to 0. X plus 1 if x is greater than or equal to 0. Find all points of discontinuity. ഇതിൽ ഡിസ്കണ്ടിന്യൂസ് ആയിട്ടുള്ള പോയിന്റ്സ് ഉണ്ടെങ്കിൽ കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നോക്കുക, ഇത് റാഷണൽ ഫംഗ്ഷൻ ആണ്. സൈൻ എക്സ് കണ്ടിന്യൂസ് ഫംഗ്ഷൻ, എക്സ് പോളിനോമിയൽ, അതിന്റെ റാഷണൽ ഫോം ആണ്. ഈ പോർഷനിൽ ഇത് കണ്ടിന്യൂസ്. താഴെ കാണുന്ന പോളിനോമിയൽ ഇറ്റ് ഈസ് ഓൾസോ കണ്ടിന്യൂസ്. പിന്നെ സീറോയിലാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. അപ്പൊ സീറോയിൽ ചെക്ക് ചെയ്യാൻ വേണ്ടി ആദ്യം സീറോയിൽ ലിമിറ്റ് ഉണ്ടോ നോക്കണം. പിന്നെ ആ ലിമിറ്റ് f0 ആണോ, ഇത്രയാണ് ചെയ്യേണ്ടത്. അപ്പൊ അത് നമുക്ക് ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും കാണാം. അപ്പൊ ലിമിറ്റ് x tends to 0 minus fx equal to limit x tends to 0 minus 0 less left sin x by x equal to, ഇനി നമ്മൾ ചെയ്യുന്നത് ലിമിറ്റ് കൊടുക്കുക, മീൻസ് എക്സിന് 0 കൊടുക്കുക. അപ്പൊ ഇത് ലിമിറ്റ് x tends to 0 sin x by x ഫോം. അത് ഇവിടെ 0 ഇങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യല്ല. sin x by x when x tends to 0 വാല്യൂ ആണ് എടുക്കേണ്ടത്. എത്രയാണ്? 1 ആണ് റിസൾട്ട്. ലിമിറ്റ് x tends to 0 sin x by x is 1. Then limit x tends to 0 plus fx. Limit x tends to 0 plus 0യുടെ റൈറ്റ് എന്നാണ് എക്സ് വരുന്നത്. അപ്പം ഫംഗ്ഷന്റെ വാല്യൂ എക്സ് പ്ലസ് 1. ലിമിറ്റ് കൊടുക്കാം, ഇതിനകത്ത് 0 കൊടുക്കാം. ഈക്വൽ ടു 1. അപ്പൊ ലിമിറ്റ് ഉണ്ട്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1. ഇനി ഇത് f0 ആണോ നോക്കണം. ഇവിടെ നോക്കാം. when x is greater than or equal to 0, 0 ഗ്രേറ്ററോ ഈക്വലോ ആവുമ്പോൾ ഫംഗ്ഷന്റെ വാല്യൂ ഇതാണ്, x പ്ലസ് 1 ആണ്. ഇതിൽ നിന്ന് നമുക്ക് എഫ് ഓഫ് 0 കൊടുത്താൽ എഫ് ഓഫ് 0 is equal to 0 plus 1. fx is x plus 1. f0 is 0 plus 1. So this is equal to f of 0. So it is continuous at x equal to 0. x equal to 0യിലും കണ്ടിന്യൂസ് ആണ്, ബാക്കി എല്ലാ പോയിന്റ്സിലും കണ്ടിന്യൂസ് ആണ്. അപ്പം ഫൈൻഡ് ഓൾ പോയിന്റ്സ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി എന്നാണ്. സോ ദർ ഈസ് നോ പോയിന്റ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി. നോ പോയിന്റ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി എന്ന് എഴുതാം, അല്ലെങ്കിൽ എഫ് എക്സ് ഇസ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ എന്ന് എഴുതിയാലും മതി. അല്ലേ? എഴുതിയോ? 24th question number 24. Determine if f defined by f of x equal to x square sin 1 by x if x is not equal to 0, 0 if x is equal to 0 is a continuous function. അപ്പോൾ അത് കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണോ എന്ന് ഡിറ്റർമിൻ ചെയ്യണം. f of x equal to x square
sine 1 by x if x is not equal to 0, 0 if x is equal to 0. അപ്പോൾ ഈ കേസിൽ എക്സ് 0 ആവുമ്പം ഫംഗ്ഷന്റെ വാല്യൂ 0 ആണ്. 0 അല്ലാത്ത എല്ലാ പോയിന്റ്സിനും ഫംഗ്ഷന്റെ വാല്യൂ എക്സ് സ്ക്വയർ സൈൻ 1 ബൈ എക്സ് ആണ്. 0യുടെ രണ്ട് സൈഡിലേക്കും സെയിം വാല്യൂ ആണ് ഫംഗ്ഷൻ. അപ്പൊ നമുക്ക് ഡയറക്റ്റ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ഓഫ് എക്സ് കാണാം. ലെഫ്റ്റും റൈറ്റിലേക്കും ഡിഫറെന്റ് വാല്യൂ അല്ല, ഒറ്റ വാല്യൂ ഉള്ളൂ രണ്ട് സൈഡിലേക്കും. ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 x square sin 1 by x. ലിമിറ്റ് കൊടുത്താല് നമ്മൾ എക്സിന് 0 കൊടുത്താല് ഇത് 0 സ്ക്വയർ 0 ആവും. ഇനി സൈൻ 1 by 0, 1 by 0 is infinity. ഇനി ഇൻഫിനിറ്റി സൈൻ ഓഫ് ദിസ് നമ്പർ. സൈൻ്റെ കോസിന്റെ ഒക്കെ പ്രത്യേകത എന്താന്ന് വെച്ചാല് വാല്യൂസ് എല്ലാം in between -1 and 1 ആണ്, ക്ലോസ്ഡ് ഇന്റർവെലിനകത്താണ് എല്ലാ വാല്യൂസും വരുന്നത്. അതിങ്ങനെ വാല്യൂ റിപ്പീറ്റ് ചെയ്തുകൊണ്ട് വരും. എത്ര വലിയ ആംഗിൾ കൊടുത്താലും ഇത് ഇവിടെ കിടക്കുന്ന എത്ര വലിയ വാല്യൂ ആണെങ്കിലും സൈനിന്റെ വാല്യൂ ഇതിനകത്ത് വരും. അപ്പൊ അങ്ങനെ വന്നു എന്ന് പറഞ്ഞ മീനിങ് ഈ നമ്പർ ഒരു കോൺസ്റ്റന്റ് ആണ്. അപ്പൊ ഇവിടെ നമുക്ക് 0 ഇൻറ്റു എ കോൺസ്റ്റന്റ് എന്ന് പറയാം. അപ്പോൾ ഒരു കോൺസ്റ്റന്റ് 0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് 0 തന്നെയാണ് കിട്ടുക. അപ്പൊ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇത് ഇൻഫിനിറ്റി അല്ല, അതായത് നമുക്ക് 0 കൊണ്ട് ഇൻഫിനിറ്റിയെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആ കേസ് മാത്രമേ എന്താണ് വാല്യൂ എന്ന് ഡിഫൈൻഡ് അല്ലാതെ വരുള്ളൂ. ബാക്കി കേസിലൊക്കെ ഇവിടെ ഫിക്സഡ് നമ്പറിനെ 0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് 0 തന്നെ കിട്ടും. So that is equal to 0. ഇനി fx is 0 when x equal to 0 means f of 0 is equal to 0. So this is equal to f of 0. f0. നമുക്ക് ലിമിറ്റ് x tends to 0, fx equal to f0 എന്ന് കിട്ടി. So the function is continuous at x equal to 0. പിന്നെ ബാക്കി പോയിന്റ്സിലെല്ലാം അത് കണ്ടിന്യൂസ് ആണ് ഫംഗ്ഷൻ. So fx is a continuous function. fx is a continuous function. പറയൂ. x square sin 1 by x not equal to 0 അല്ലേ? അപ്പൊ ആ ലിമിറ്റ് എടുത്തത് x tends to 0 പറയുമ്പോ രണ്ട് ലിമിറ്റ് വരണ്ടോ? രണ്ട് ലിമിറ്റ് നമ്മൾ എപ്പോഴാണ് എടുക്കുക എന്ന് ചോദിച്ചാല് ഇപ്പൊ ഇത് 0. അപ്പോൾ ലെഫ്റ്റിലേക്ക് ഒരു വാല്യൂ ഫംഗ്ഷന്, റൈറ്റിലേക്ക് മറ്റൊരു വാല്യൂ, ഇങ്ങനെ രണ്ട് വാല്യൂ ആയിട്ടാണ് കിടക്കുന്നതെങ്കിലാണ് നമ്മൾ ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും സെപ്പറേറ്റ് കാണാം. ഇത് ഈ 0 എന്ന പോയിന്റിൽ അല്ലാതെ ബാക്കി എല്ലാ സ്ഥലത്തും ഫംഗ്ഷന്റെ വാല്യൂ എക്സ് സ്ക്വയർ സൈൻ 1 ബൈ എക്സ് ആണ്. അപ്പോ 0യെ റൈറ്റിൽ നിന്നോ ലെഫ്റ്റിൽ നിന്നോ എങ്ങനെ 0യിലേക്ക് ഫംഗ്ഷൻ അപ്രോച്ച് ചെയ്യുമ്പോഴും സെയിം വാല്യൂ, ഒരേ എഫക്റ്റ് ആണ്, കാരണം ഒരേ വാല്യൂ ആണ്. ഇതാണ് വാല്യൂ. അതുകൊണ്ടാണ് നമ്മൾ ഡയറക്റ്റ് എക്സ് ടെൻസ് ടു 0 എഫക്ട്സ് എടുത്തത്. ക്ലിയർ ആയോ? ഓക്കെ. ഓക്കെ ആയില്ലേ? തീർന്നോ അത്? Then 25th, examine the continuity of f where f is defined by. Examine the continuity of f where f is defined by fx equal to sin x minus cos x.
sin x minus cos x if x is not equal to 0, minus 1 if x equal to 0. Minus 1 if x equal to 0. അപ്പോൾ ഇതിന്റെ കണ്ടിന്യൂറ്റി എക്സാമിൻ ചെയ്യാനാണ്, കണ്ടിന്യൂസ് ആണോ അല്ലേ എന്ന് എക്സാമിൻ ചെയ്യാൻ. അപ്പൊ കഴിഞ്ഞ കേസിലെ പോലെ തന്നെ നോക്കുക, എക്സ് 0 ആകുമ്പോൾ ഫംഗ്ഷന്റെ വാല്യൂ -1 ആണ്. 0യുടെ ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടും എല്ലാം ബാക്കി എല്ലാ പോയിന്റ്സിനും ഫംഗ്ഷൻ ഒരു വാല്യൂ ഉള്ളൂ, sin x മൈനസ് കോസ് എക്സ്. അപ്പോ 0യിൽ ഡിഫറെന്റ് വാല്യൂ ആയതുകൊണ്ടാണ് നമ്മൾ 0യിലുള്ള ലിമിറ്റ് കാണുന്നത് കണ്ടിന്യൂറ്റിക്ക് വേണ്ടിയിട്ട്. കാരണം sin x മൈനസ് കോസ് എക്സ് കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ്, -1 കോൺസ്റ്റന്റ് ആയതുകൊണ്ട് കോൺസ്റ്റന്റ് ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. രണ്ട് പോർഷൻ പ്രോബ്ലം ഇല്ല. അപ്പൊ 0യിലാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത് കണ്ടിന്യൂസ് ആണോ എന്ന്. അപ്പൊ അതിനുവേണ്ടി ലെഫ്റ്റും റൈറ്റും ലിമിറ്റ് ഇവിടെ കാണേണ്ട ആവശ്യമില്ല. കാരണം എന്തുകൊണ്ടാ, 0യുടെ ലെഫ്റ്റ് സൈഡിലേക്കും റൈറ്റ് സൈഡിലേക്കും ഫംഗ്ഷൻ ഒരേ വാല്യൂ ആണ്. അപ്പൊ ഡയറക്റ്റ് കാണാം, ലിമിറ്റ് x ടെൻഡ്സ് ടു 0 fx, limit x tends to 0 sin x minus cos x. Limit കൊടുക്കുക, വാല്യൂ കൊടുക്കുക. So it is sin 0 minus cos 0. Sin 0 0 minus cos 0 is 1 അല്ലേ? So it is equal to -1. ഇനി നോക്കുക, fx is -1 if x equal to 0 means f of 0 is -1. So this is equal to f of 0. That -1 is equal to f of 0. So it is continuous at x equal to 0. So 0യിലും continuous ആണെന്ന് നമുക്ക് കിട്ടി. Therefore, fx is a continuous function. fx is a continuous function. Clear അല്ലേ? ഇമ്പോർട്ടന്റ് ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം. ഫസ്റ്റില് മാത്രം ഒരു വളരെ സിമ്പിൾ ആയ സാധനം മാത്രം ചോദിക്കാറില്ല, പിന്നെ ഇങ്ങോട്ടുള്ളതെല്ലാം ചോദിക്കുന്ന ടൈപ്പാണ്. ഇനി പറയാൻ പോകുന്ന ക്വസ്റ്റ്യൻ ഇമ്പോർട്ടന്റ് ആണ്, ചോദിക്കുന്നതാണ്. കഴിഞ്ഞോ ഇത്? അപ്പൊ ഇനി നെക്സ്റ്റ്, find the value of k so that the function f is continuous at the indicated point. അപ്പോൾ കണ്ടിന്യൂസ് ഏത് പോയിന്റ് കണ്ടിന്യൂസ് എന്ന് ഓരോ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അതിലെ ക്വസ്റ്റ്യൻ ഒരു k ഉണ്ട്, അത് കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ 26th fx equal to k cos x by pi minus 2x. If x not equal to pi by 2. Equal to 3 if x equal to pi by 2 is continuous at x equal to pi by 2. Fx is continuous at x equal to pi by 2. Find the value of k. Question k കാണണം. ഫംഗ്ഷൻ pi by 2 ൽ കണ്ടിന്യൂസ് ആണ് എന്നാണ് തന്നിരിക്കുന്നത്. pi by 2 ൽ കണ്ടിന്യൂസ് ആയതുകൊണ്ട് തന്നെ ലിമിറ്റ് x ടെൻഡ്സ് ടു pi by 2 fx is equal to f of pi by 2. അതാണ് നമുക്ക് യൂസ് ചെയ്യേണ്ടത്. അപ്പൊ ആദ്യം നമുക്ക് ആ ലിമിറ്റ് കാണാം. ഇവിടെ നോക്കുക, എക്സ് pi by 2 ആകുമ്പോൾ ഫംഗ്ഷന്റെ വാല്യൂ 3 ആണ്. അല്ലാത്ത എല്ലാ വാല്യൂസിനും ഫംഗ്ഷന്റെ വാല്യൂ ഇതാണ്, k cos x by pi minus 2x. മീൻസ് pi by 2ന്റെ ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടും ഡിഫറെന്റ് വാല്യൂ അല്ല ഫംഗ്ഷൻ ഉള്ളത്, സെയിം വാല്യൂ. അപ്പോൾ ഡയറക്റ്റ് ലിമിറ്റ് കണ്ടാൽ മതി. ലിമിറ്റ് x tends to pi by 2 fx equal to limit x tends to pi by 2 k cos x by
5 minus 2x. ഇനി ഈ കേസിൽ ഈ ലിമിറ്റ് കാണണമെങ്കിൽ ഡയറക്റ്റ് ഇങ്ങനെ നമുക്ക് എടുത്തൊന്നും ഇട്ടാലൊന്നും ആൻസർ കിട്ടില്ല. നോക്കാം, എക്സ് 5/2 കൊടുത്തു കഴിഞ്ഞാൽ ഡിനോമിനേറ്റർ 0 ആയി പോകും. ഇനി ഇതിനോട് റിലേറ്റഡ് ആയ ഈ സ്റ്റെപ്പിൽ ഇങ്ങനെ ഡയറക്റ്റ് ഫോമുലൊന്നും ലിമിറ്റ് ഫോമുലൊന്നും നമ്മുടെ കയ്യിലില്ല. അപ്പൊ അതുകൊണ്ട് ഒരു സിംപ്ലിഫിക്കേഷൻ വേണം അവിടെ. അപ്പൊ എക്സ് ടെൻസ് ടു 5/2 എന്ന് പറഞ്ഞാല് എക്സ് വാല്യൂസ് എടുത്തുകൊണ്ട് 5/2 അടുത്തോട്ട് അപ്രോച്ച് ചെയ്യണം. 5/2 അടുത്ത് വരികയാണ്. അങ്ങനെ അടുത്ത് വരുമ്പോ ഈ എക്സും 5/2 തമ്മിലുള്ള ഡിഫറൻസ് കുറഞ്ഞു വരും. അടുത്തോട്ട് വരുമ്പോ കുറഞ്ഞ് അത് 0യെ അപ്രോച്ച് ചെയ്യും ഡിഫറൻസ്. അപ്പൊ നമുക്ക് ഇവിടെ 5/2 minus x tends to 0 എന്ന് പറയാം. When x tends to 5/2, this difference 5/2 minus x tends to 0. Clear ആവുന്നുണ്ടോ? ക്ലിയർ ആണോ? sir. Teacher. Okay. 5/2 minus x tends to 0. അപ്പൊ എന്നിട്ട് ഈ 5/2 minus x ന് h എന്ന് കൊടുക്കുക. നമ്മൾ 5/2 put this 5/2 minus x equal to h, small h. So we get h tends to 0. അപ്പൊ ഈ കണ്ടീഷൻ ലിമിറ്റ് x tends to 5/2 എന്നുള്ളത് ഇപ്പോ h tends to 0 എന്നായി. അപ്പൊ നമ്മൾ അങ്ങനെ ഒന്ന് മാറ്റി എഴുതാൻ പോവാണ് ലിമിറ്റ്. അപ്പൊ ഇത് ലിമിറ്റ് h tends to 0 എന്ന് എഴുതിയാൽ ഇതിൽ x ഒക്കെ മാറ്റി കൊടുക്കണം h ലേക്ക്. k into cos of, നോക്കൂ ഇതാ ഇവിടെ 5/2 മൈനസ് x ആണ് h. അപ്പൊ x എന്തായിരിക്കും? x റൈറ്റ് പോയി h ഇങ്ങോട്ട് വരുമ്പോ 5/2 മൈനസ് h. x is 5/2 minus h. Okay. So cos of 5/2 minus h divided by ഇനി 5 minus 2x നോക്കണം. 5/2 minus x ആണ് h. അപ്പൊ ഇതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 2 into 5/2 minus x is 2h. Now this is 5 minus 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 5 minus 2x. That is equal to 2h. അപ്പൊ നമ്മുടെ ഡിനോമിനേറ്റർ 5 minus 2h നെ നമുക്ക് 2x നെ 2h കൊണ്ട് റീപ്ലേസ് ചെയ്യാം. ക്ലിയർ ആണോ? സബ്സ്റ്റിറ്റ്യൂഷൻ നോക്കൂ. സബ്സ്റ്റിറ്റ്യൂഷൻസ് ക്ലിയർ ആയോ? h ലേക്ക് മാറ്റിയത് പ്രശ്നമുണ്ടോ? മനസ്സിലായി ടീച്ചർ. ഓക്കെ. അപ്പൊ ഇനി നമ്മള് ഇവിടെ ആദ്യം കോൺസ്റ്റന്റിന് ഔട്ട്സൈഡിലേക്ക് എടുക്കാം. k കോൺസ്റ്റന്റ് ആണ് 2. അപ്പൊ അതൊന്നും ഈ ലിമിറ്റിനെ അഫക്ട് ചെയ്യില്ല. k/2 ഔട്ട്സൈഡിൽ എടുത്തു ഇൻറ്റു ലിമിറ്റ് h ടെൻസ് ടു 0. ഇനി cos 5/2 മൈനസ് h എന്താണ്? cos 5/2 മൈനസ് h, reduction formula cos 5/2 minus h sin h divided, it is sin h divided by h. 2 ഒക്കെ outside വന്നു. ഇനി ഇത് ലിമിറ്റ് ഫോർമുല നോക്കാം. ലിമിറ്റ് h tends to 0 sin h by h is 1. So it is equal to k/2 into 1 k/2. അപ്പൊ നമുക്ക് ഈ ലിമിറ്റ് x tends to 5/2 fx ഇപ്പോ k/2 എന്ന് കിട്ടി. ഈ ലിമിറ്റ് ഏതിന് ഈക്വൽ ആണ്? f of 5/2 ന് ഈക്വൽ ആണ്. കാരണം ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട് it is continuous at x equal to 5/2. f of 5/2 എത്ര നോക്കാം? f of 5/2 is equal to x 5/2 ആകുമ്പോൾ fx ആണ് f of 5/2. That is equal to 3. So we can write k/2 is equal to 3 because function is continuous at x equal to 5/2. 5/2 continuous ആയതുകൊണ്ട് ആ ലിമിറ്റിംഗ് വാല്യൂ, ഇതാണ് ലിമിറ്റിംഗ് വാല്യൂ, അത് ഫംഗ്ഷന്റെ വാല്യൂ ഈക്വൽ ആവും. ആ പോയിന്റിലെ ഫംഗ്ഷന്റെ വാല്യൂവിന് ഈക്വൽ ആവും.
So we get k is equal to 6. ഇതൊരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. പറയൂ. ഡിനോമിനേറ്ററിൽ 2h വന്നു ഒന്നുകൂടി പറയുക. ഡിനോമിനേറ്ററിൽ 2h വന്നത്. Limit x tends to 0 k cos pi by 2 minus h divided by 2h. അത് പറയൂ, ചോദിക്കൂ. ഈ 2h എങ്ങനെയാ വന്നതെന്നാണോ? അതെ, എങ്ങനെയാ വന്നതെന്ന് പറയൂ. 2h പൈ മൈനസ് 2x നെയാണ് നമുക്ക് റീപ്ലേസ് ചെയ്യേണ്ടത്. അപ്പോ പൈ ബൈ 2 മൈനസ് എക്സ് ആണ് നമ്മുടെ h. പൈ ബൈ 2 മൈനസ് എക്സ് ആണ് h. അപ്പൊ ഇതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 2 ഇൻറ്റു പൈ ബൈ 2 മൈനസ് എക്സ് ഈക്വൽ ടു 2h. ഈ 2 ഇൻറ്റു പൈ ബൈ 2 മൈനസ് എക്സ് ആണ് പൈ മൈനസ് 2x. That is equal to 2h. അപ്പോ ഇതിനെ എടുത്തിട്ട് ഇതാണ് ഈ ഡിനോമിനേറ്റർ. അതിനെ മാറ്റി നമ്മൾ അവിടെ 2h നെ വെച്ചു. ഇപ്പൊ ക്ലിയർ ആയോ? എഴുതിയോ? ടീച്ചർ. The 27th question. Fx equal to kx square. Kx square if x is less than or equal to 2. 3 if x is greater than 2. Is continuous at x equal to 2. What is k? What is the value of k? ഇതൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ. ഇതൊന്ന് തന്നെ ട്രൈ ചെയ്യാം. നോക്കൂ, 2 കണ്ടിന്യൂസ് ആയതുകൊണ്ട് തന്നെ എന്താണ് 2 ലിമിറ്റ് ഫംഗ്ഷന്റെ വാല്യൂവിന് ഈക്വൽ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് 2ന്റെ ലെഫ്റ്റിലേക്ക് ഫംഗ്ഷന്റെ വാല്യൂ kx സ്ക്വയറും 2ന്റെ റൈറ്റിലേക്ക് ഫംഗ്ഷന്റെ വാല്യൂ 3 ആണ്. അപ്പൊ ലിമിറ്റ് ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും ഈക്വൽ ആയിരിക്കും. എന്തുകൊണ്ടാ? കണ്ടിന്യൂസ് ആയതുകൊണ്ട്. ലിമിറ്റ് x tends to 2 minus fx equal to limit x tends to 2 minus 2ന്റെ ലെഫ്റ്റില് kx സ്ക്വയർ. ഇനി ലിമിറ്റ് കൊടുക്കാം. എക്സിന് 2 കൊടുക്കാം. k into 2 square 4k എന്ന് കിട്ടും. Then limit x tends to 2 plus fx. Limit x tends to 2 plus 2ന്റെ റൈറ്റിലേക്ക് 3 ആണ്. ലിമിറ്റ് കൊടുക്കാനില്ല, കോൺസ്റ്റന്റ് ആയതുകൊണ്ട് 3 തന്നെ. ഇപ്പൊ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് ഇത് രണ്ടും സെയിം ആവണം. 4k is equal to 3 because fx is continuous at x equal to 2. So k is equal to 3 by 4. അപ്പോൾ ഇവിടെ നമുക്ക് ഡയറക്റ്റ് ലിമിറ്റ് എടുക്കാൻ പറ്റില്ല. 2 വാല്യൂ ആയതുകൊണ്ടാണ് നമ്മൾ ലെഫ്റ്റ് റൈറ്റ് എടുത്തിട്ട് രണ്ടും സെയിം ഈക്വൽ ആവാൻ കാരണം കണ്ടിന്യൂസ് ആയതുകൊണ്ട് 2 ലിമിറ്റ് വേണം.
അതിൽ നിന്ന് തന്നെ നമുക്ക് കെയുടെ വാല്യൂ കിട്ടി 3/4. ഇത് സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? ഓക്കെ. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 28. Fx equal to kx plus 1 if x less than or equal to pi. Cos x if x is greater than pi. It is continuous at x equal to pi. What is k? ഇവിടെ പൈ കണ്ടിന്യൂസ് ആണ്. പൈയുടെ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഡിഫറെന്റ് വാല്യൂ ആണ് ഫംഗ്ഷൻ ഉള്ളത്. അതുകൊണ്ട് തന്നെ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ലിമിറ്റ് കണ്ട് ഇക്വേറ്റ് ചെയ്താൽ അതിൽ നിന്ന് തന്നെ നമുക്ക് കെ കിട്ടും. ഒന്ന് ട്രൈ ചെയ്യൂ. ലെഫ്റ്റും റൈറ്റും ലിമിറ്റ് കാണും. ലിമിറ്റ് x tends to pi minus fx. എന്തായി? ലെഫ്റ്റ് ലിമിറ്റ് പൈ കെ പ്ലസ് 1 എന്ന് കിട്ടിയോ? റൈറ്റ് ലിമിറ്റോ? -1. -1 cos pi is minus എന്ന് കിട്ടി. ഇനി അത് ഇക്വേറ്റ് ചെയ്യാം നമുക്ക്. പൈ കെ പ്ലസ് 1 is equal to -1 ഇക്വേറ്റ് ചെയ്യാൻ കാരണം fx കണ്ടിന്യൂസ് ആയതുകൊണ്ട് കണ്ടിന്യൂസ് at x equal to pi. We get pi k is equal to -2. K is -2/pi. കിട്ടിയില്ലേ? Okay. Then 29. Question number 29. Fx equal to kx plus 1 if x less than or equal to 5. X minus 5 if x is greater than 5. Greater than 5. Continuous at x equal to 5. What is k? ഒന്ന് ട്രൈ ചെയ്യൂ. നോക്കുക, 5ന്റെ ലെഫ്റ്റ് റൈറ്റ് ഡിഫറെന്റ് വാല്യൂസ് ആണ് ഫംഗ്ഷൻ ഉള്ളത്. അതുകൊണ്ട് ലെഫ്റ്റ് ലിമിറ്റ് റൈറ്റ് ലിമിറ്റ് കാണുക, ഇക്വേറ്റ് ചെയ്യുക, അതിന് കെ കിട്ടും.
എന്തായി ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ലിമിറ്റ്സ് കിട്ടിയോ? കെയുടെ വാല്യൂ 9/5 കിട്ടിയോ? കിട്ടി ടീച്ചർ. ആ ഓക്കെ ഓക്കെ